കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ പുതുവർഷത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ കർത്താവിനായിട്ട് സമർപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പണിയുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ആത്മീയ ജ്ഞാനവും കൃപയും ഞങ്ങളുടെ മേലെ അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ട ഉൾക്കാഴ്ചകൾ തക്ക സമയത്ത് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം എന്നപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പുതിയ വർഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെ സേവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് എനിക്ക് തന്ന ഒരു ഉൾക്കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടാണ് ആദ്യത്തെ ഏതാനും മിനിറ്റുകൾ ഇന്ന് നമ്മൾ വിനിയോഗിക്കുന്നത്. കഴിഞ്ഞ 1-2-3 വർഷങ്ങളായിട്ട് നമ്മൾ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മീയമായിട്ട് നമ്മൾ വളർന്നു, ഒരുമാതിരിയൊക്കെ പക്വതയിലൊക്കെ എത്തി എന്ന് കരുതുന്നുണ്ടെങ്കിൽ ദൈവവചനം നമ്മോട് അനുശാസിക്കുന്ന ഒരു ചെറിയ വാക്യമാണ് ഈ വർഷത്തെ സന്ദേശമായിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവന് എപ്പോഴും എന്നേക്കും മഹത്വവും. ആമേൻ. അവന് എപ്പോഴും എന്നേക്കും മഹത്വം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട്, ഒരു വർഷത്തിൻ്റെ ലക്ഷ്യമായിട്ടല്ല, ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു വാക്യമാണ്. നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൃപയിൽ വളരണം. ഗ്രോ ഇൻ ഗ്രേസ്. കൃപയിൽ വളരണം. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. എല്ലാ തരത്തിലും, എല്ലാ കാര്യത്തിലും എപ്പോഴും മഹത്വം മുഴുവനും കർത്താവായ യേശുക്രിസ്തുവിനായിരിക്കണം. ഈ 3 ചെറിയ ചിന്തകൾ ഈ വർഷം നമ്മളുടെ കൂടെ ഇരിക്കുവാൻ ഇടയാകട്ടെ. നമ്മൾ വളർന്നു കഴിഞ്ഞെന്നോ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ വളർന്നു കഴിഞ്ഞു, ലഭിച്ചു കഴിഞ്ഞു, തികഞ്ഞവനായി എന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ കയറിയാൽ അത് നമ്മളുടെ അപകടത്തിൻ്റെ ആരംഭമാണ് എന്ന് അറിഞ്ഞിരിക്കണം. ബൈബിൾ പറയുന്നത്, നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. അതുകൊണ്ട് നാം കൃപയിൽ വളരുന്നവർ ആയിരിക്കണം. അനുനിമിഷം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, 365 ദിവസവും 7x24x365 എന്ന് പറയും. അങ്ങനെ ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവധിയെടുക്കാനോ ഇടവേളകൾ എടുക്കുവാനോ ഒന്നും അനുവാദമോ അവസരമോ ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ വർഷം മാത്രമല്ല, നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നാം എങ്ങനെ ആയിരിക്കണമെന്ന് ചോദിച്ചാൽ കൃപയിൽ വളർന്നുകൊണ്ടിരിക്കണം. ദൈവകൃപയിൽ വളർന്നുകൊണ്ടിരിക്കണം. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം ദൈവവചനജ്ഞാനത്തിൽ നിന്നാണ് കുറേയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കൃപയിലും വചനപരിജ്ഞാനത്തിൽ മാത്രമല്ല, യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിയണം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആൻഡ് ഓൾ ഗ്ലോറി ഷുഡ് ഗോ ടു ഗോഡ്. ഈ കാര്യം നമ്മളിൽ നിർവഹിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് വചനം തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് ആത്മാവിനെ തന്നിട്ടുണ്ട്. പക്ഷേ ഈ വചനത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ബൈബിള് നമുക്ക് പരിചയപ്പെടുത്തുന്നത് കൃപയുടെ വചനം, കൃപയുടെ ആത്മാവെന്നാണ്. കൃപയിൽ വളരുക എന്ന് പറയുമ്പോൾ കൃപയിൽ വളരുന്നതിനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൃപയുടെ വചനം. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. വചനം, നമ്മളെപ്പോഴും വചനം എന്ന് പറയാറുണ്ട്, ആത്മാവെന്ന് പറയാറുണ്ട്, വചനം ആത്മാവ് വേണമെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ വചനം തന്നെ ദൈവകൃപയുടെ ഒരു വലിയ, അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോടൊക്കെ ദൈവം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ദൈവം ശ്രേഷ്ഠതയുള്ള വചനങ്ങളൊക്കെ വെളിപ്പെടുത്തിയ വേറെ ഒരു ജാതി ഏതെങ്കിലും ഉണ്ടോ? അപ്പോൾ ആ വചനം തന്നെ കൃപയുടെ വചനമാണ്. 14:3. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. കൃപയുടെ വചനം ആരുടെയാണ്? തൻ്റെ കൃപയുടെ വചനം. തൻ്റെ കൃപയുടെ വചനം, ദൈവകൃപയാണ് ഈ വചനം നമുക്ക് ലഭ്യമാക്കുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം കൂടെ വായിച്ചാൽ പൗലോസിൻ്റെ മറ്റൊരു പ്രഭാഷണത്തിൽ അദ്ദേഹം അതേ പദം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും വചനമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു വിശേഷണം ഇവിടെ വരികയാണ്. നമ്മൾ കേൾക്കുന്ന വചനം, നമ്മൾ അറിയുന്ന വചനം എന്ത് വചനമാണ്? ദൈവകൃപയുടെ വചനമാണ്. ദൈവത്തിന് കൃപയുണ്ടായതുകൊണ്ടാണ് ഈ വചനം കേൾക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കിയത്.
നമ്മൾ രക്ഷിക്കപ്പെട്ട പല ആളുകളെയും കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പലരും പലയിടത്ത് പോയി പലതരത്തിലുള്ള വചനങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന സ്ഥലങ്ങൾ കുറവാണ്. അങ്ങനെ ഒരു വചനം കേൾക്കുവാനായിട്ട് ദൈവം നമുക്കൊരു അവസരം തന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ടാണ് കൃപയിൽ വളരണം എന്ന് പറഞ്ഞത്. കൃപയുടെ വചനം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ കൃപയിൽ ഓരോ ദിവസവും നമ്മൾ മുതിർന്നു വരണം. എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വചനം മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവും ദൈവകൃപയാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് കൃപയുടെ ആത്മാവെന്നാണ് ആത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 10:29 എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ. അവിടെ ആ കൃപയുടെ ആത്മാവെന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വചനം വേണം, ആത്മാവ് വേണം എന്നാണ് എപ്പോഴും പറയാറ്. എന്നാൽ വചനം കൃപയുടെ വചനമാണ്, ആത്മാവ് കൃപയുടെ ആത്മാവാണ്. അപ്പോൾ ഈ കൃപ നമ്മളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പുസ്തകം പരിശോധിച്ചാൽ കൃപ ലഭിച്ച ഒരുപാട് ആളുകളെ കുറിച്ച് കാണാൻ സാധിക്കും. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, അബ്രഹാമിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അങ്ങനെ തന്നെ വാക്കിയില്ലെങ്കിലും ആ ഭാഗങ്ങൾ വായിച്ചാൽ ആ കാലത്ത് എത്രയോ പേരുണ്ടായിരുന്നു, പക്ഷേ ഒരു അബ്രഹാമിനെ മാത്രമാണ് ദൈവം കടാക്ഷിച്ചത്. അതുകൊണ്ട് അബ്രഹാമിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അങ്ങനെ നമുക്ക് വായിച്ച് വന്നാൽ മോശയ്ക്ക് കൃപ ലഭിച്ചു, ദാവീദിന് കൃപ ലഭിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃപ ലഭിച്ചവളെ എന്നൊരാളെ ഏറ്റവും വലിയൊരു അത്ഭുതത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മറിയോട് പറയുന്നത് കൃപ നിറഞ്ഞവളെ, കൃപ ലഭിച്ചവളെ. സോ നമുക്ക് കൃപ ലഭിക്കണം, ദൈവകൃപ. നമ്മളൊക്കെ കൃപ ലഭിച്ചവരാണ് കേട്ടോ. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു ദൗത്യത്തിന് വേണ്ടിയൊക്കെ ഇനിയും കൃപ വേണ്ടി വരും. അതുകൊണ്ടാണ് കൃപയിൽ വളരാൻ പറഞ്ഞത്. പക്ഷെ പലപ്പോഴും വിശ്വാസികൾക്ക് വരുന്ന ഒരു വലിയ അപകടം എന്ന് പറയുന്നത് കൂടെ നമ്മൾ അറിയുന്നത് നല്ലതാണ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പലരും ദൈവകൃപ വിട്ട് പിന്മാറുന്നുണ്ട്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും കണ്ടോ, ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരാതിരിക്കുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുകയും. പക്ഷേ നമ്മൾ കൃപ വിട്ട് പിന്മാറുന്ന ഒരുപാട് പേരുണ്ട്. കൃപയിലായിരുന്നു, പക്ഷെ ചിലരെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ അവരെ കൃപ പോയി. ആളവിടെ തന്നെ ഉണ്ട്, ശുശ്രൂഷയുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നിനും എന്തില്ല, ഒരു കൃപയില്ല. അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവം ഒരു വിൽ പവർ തന്നിട്ടുണ്ട്. ആ ഇച്ഛാശക്തി ഉപയോഗിച്ച് നമ്മൾ ദൈവകൃപ വിട്ട് പിന്മാറി. അതുകൊണ്ട് നമ്മുടെ കുഴപ്പമാണത്. ആരും ദൈവകൃപ വിട്ട് എന്ത് ചെയ്യരുത്, പിന്മാറരുത്. പിന്മാറിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന കയ്പുള്ള വേരുകൾ മുളയ്ക്കും, പലരും അതിനാൽ മലിനപ്പെടും, അഭക്തന്മാരായിത്തീരും. നമ്മളുടെ വിളിയെക്കുറിച്ച് ബോധമില്ലാതെ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ ഒക്കെ ആയിത്തീരും. അപ്പോൾ അത് ദൈവകൃപ വിട്ട് പിന്മാറുന്നത് കൊണ്ടുണ്ടാകുന്ന കൃപയുടെ വചനം, കൃപയുടെ ആത്മാവ്, ദൈവകൃപ നമുക്ക് ലഭിച്ചു. പക്ഷേ നമുക്ക് ഈ സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുന്നത് കൊണ്ട്, തിരഞ്ഞെടുക്കുവാനും തീരുമാനിക്കുവാനുള്ള അധികാരം ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, കൃപ വിട്ട് പിന്മാറാറുണ്ട്. ഈ വർഷം അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവകൃപ വിട്ട് പിന്മാറുവാൻ ഇടയാകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുകയാണ്. നേരത്തെ നമ്മൾ വായിച്ചൊരു വാക്യം ഉണ്ടായിരുന്നു, എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. അവിടെ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു. കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ. അപ്പം കുറേ ആളുകൾ ചെയ്യുന്നത് കൃപ വിട്ട് പിന്മാറുന്നു. ചിലർ ദൈവകൃപയെ, കൃപയുടെ ആത്മാവിനെ എന്ത് ചെയ്യുന്നു, നിന്ദിക്കുന്നു. ഇതൊന്നും നമുക്ക് സംഭവിക്കാതിരിക്കുവാൻ നാം കൃപമേൽ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. കൃപമേൽ കൃപ പ്രാപിച്ച് ദൈവം നമുക്ക് തരാനായിട്ട് സന്നദ്ധനായിട്ടായിരിക്കുന്നത്. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ആ കൃപ ഇനി ഇങ്ങനെ നമുക്ക് തരാനായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ പലരും അതിനെ നിന്ദിക്കുന്നു, ചിലരൊക്കെ അതിനെ വിട്ട് പിന്മാറുന്നു, ചിലർ അതിൽ നിന്ന് വീണു പോകുന്നു. ഗലാത്യ ലേഖനം 5:4. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ചിലരൊക്കെ കൃപയിൽ നിന്ന് അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളോട് വേറെ ചില കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കൃപയിൽ നിന്ന് വീണു പോകുന്നു. നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കണ്ടോ, കൃപ അവർ വിട്ട് പിന്മാറി, അവർ കൃപയെ നിന്ദിച്ചു. ഇപ്പോൾ കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു. അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവില്ല.
അവർ കർത്താവിനോട് തന്നെ ബന്ധം വിട്ടുപോയി. ദൈവകൃപ അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നെയും ശുശ്രൂഷ തുടരുന്നുണ്ടാവും, മറ്റു പല കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാകും, വചനം വായിക്കുന്നുണ്ടാകും, പഠിക്കുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷേ അത് ഫലം കാണുകയല്ല. കാരണം ദൈവകൃപ വിട്ട് പിന്മാറിയിരിക്കുന്നു, ദൈവകൃപയിൽ നിന്ന് വീണു പോയിരിക്കുന്നു, കൃപയുടെ ആത്മാവിനെ നിന്ദിച്ച് അവർ അഭക്തരായി മാറിയിരിക്കുന്നു. വേറെ ചില ആളുകൾ ചെയ്യുന്നത് യൂദാ പറയുന്നുണ്ട്. യൂദായുടെ പുസ്തകം ഒരധ്യായമേ ഉള്ളൂ. 4-ാം വാക്യം വായിക്കുമ്പോൾ ദൈവകൃപയെ ദുഷ്കാമ പ്രവൃത്തികൾക്ക് ഹേതുവാക്കുന്നു. യൂദാ ഒരധ്യായം 4-ാം വാക്യം. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ കൃപയുടെ പേരിൽ, കൃപയുടെ സുവിശേഷം എന്നൊക്കെ തന്നെ ഇപ്പോൾ അതിന് പേരുണ്ട്, കൃപയുടെ പേരിൽ അവരുടെ തെറ്റായ ആഗ്രഹങ്ങൾ, അതാണ് ദുഷ്കാമം, തെറ്റായ ആഗ്രഹ പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവകൃപയെ ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. കാരണം എല്ലാം ദൈവകൃപയാണ്, ദൈവം എല്ലാം നോക്കിക്കോളും. അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് കൃപയെ കൂട്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾ പുസ്തകം നോക്കിയാൽ ഇതുപോലെ അപകടത്തിൽപ്പെടുന്ന ഒരുപാട് വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ വർഷം നമ്മൾ ദൈവത്തിൻ്റെ കൃപയോട് അടുത്ത് കൃപ നിറഞ്ഞവരായിട്ട് തീരണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എന്ത് വേണം? കൃപ വേണം. എല്ലാ കാര്യത്തിനും കൃപ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നും വചനത്തിൽ നിന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. ആണോ? നാം രക്ഷ പ്രാപിച്ചത് കൃപയാലാണ്. അവൻ നമ്മളെ നിർത്തിയിരിക്കുന്നതും ശക്തീകരിക്കുന്നതും കൃപയാൽ ആണ്. 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മകനെ തിമോത്തിയോസേ, ക്രിസ്തുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക. അപ്പോൾ കൃപയാണ് നമ്മളെ നിർത്തുന്നത്, കൃപയാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. വായിക്കാം. എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പോൾ കൃപ നമ്മളെ ശക്തിപ്പെടുത്തും. കൃപയിൽ നിലനിന്നാൽ കൃപ നമ്മളെ ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ നമുക്ക് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അതിനകത്ത് പിടിച്ചു നിൽക്കുന്നതിന് കൃപ വേണം. കഷ്ടതയും പ്രയാസങ്ങളില്ലാത്ത ആരുമില്ല. പൗലോസിൻ്റെ കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അവനെ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനായിട്ട് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ശൂലം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ശൂലം വിട്ടുമാറുന്നതിനായിട്ട് പല പ്രാവശ്യം ദൈവത്തോട് 3 പ്രാവശ്യമെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് കൊടുത്ത മറുപടി എന്താണ്? അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി. 9-ാം വാക്യമാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഈ ബലഹീനതയിൽ കൂടിയൊക്കെ ഇങ്ങനെ കടന്ന് കഷ്ടതകളുടെ നടുവിൽ കൂടി അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൃപ വേണം. ശക്തിപ്പെടാൻ കൃപ വേണം. കഷ്ടതകളിൽ കൂടി കടന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ കൃപ വേണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെങ്കിൽ എന്ത് വേണം? 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ഒരു കൃപയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്താണ് ആ കൃപ? അടുത്ത വാക്യത്തിൽ, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. അതൊരു പ്രത്യേക കൃപയാണ്. കഷ്ടതയുടെ നടുവിൽ സന്തോഷിക്കുവാൻ, കഷ്ടതയുടെയും ഇല്ലായ്മയുടെയും നടുവിൽ കൊടുക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൃപയുടെ ഒരു വ്യാപാരമാണ്. ദൈവകൃപ അവരിൽ പ്രത്യേകമായിട്ട് വ്യാപരിച്ചുകൊണ്ട് അവരെക്കുറിച്ച് പറയുകയാണ്, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ. അവർക്ക് ദൈവകൃപ ലഭിച്ചതുകൊണ്ടാണ് കഷ്ടതയുടെ നടുവിൽ സന്തോഷിക്കുവാൻ, അല്ലേ, മഹാദാരിദ്ര്യത്തിൻ്റെ നടുവിൽ കൊടുക്കുവാൻ ദൈവം അവരെ പ്രാപ്തരാക്കിയത്. അപ്പോൾ നമുക്ക് പലപ്പം ദാരിദ്ര്യമല്ല, സമ്പത്തുണ്ടെങ്കിൽ പോലും കൊടുക്കാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ്? കൃപയില്ലാത്തതുകൊണ്ടാണ്. ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുമ്പോഴാണ് ഇല്ലായ്മയിലും കൊടുക്കുവാൻ, ഉണ്ടെങ്കിലും കൊടുക്കുവാൻ, വാരി വിതറി ദരിദ്രന്മാർക്ക് ദൈവം കൊടുക്കുന്നത് പോലെ കൊടുക്കുവാൻ ഒക്കെ നമുക്ക് ദൈവകൃപയുടെ ഒരു വ്യാപാരം നമ്മുടെ ഉള്ളിൽ വേണം. കൃപയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. മറന്നു പോകരുത്. കൃപ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പാടാനായിട്ട് കൃപ വേണം. പൗലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഇംഗ്ലീഷിൽ വായിച്ചാലാണ് കൃപ കിട്ടുകയുള്ളൂ. മലയാളത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പാടിയും സന്തോഷത്തോടെ പാടിയും എന്ന് മാത്രമേ ഉള്ളൂ. 3:16 കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. നന്ദിയോടെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിലുള്ള ആളുകൾ വായിക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സിംഗിങ് വിത്ത് ഗ്രേസ് എന്നാണ്. അപ്പോൾ നമുക്ക് പാട്ട് പാടാൻ തന്നെ എന്ത് വേണം? കൃപ വേണം. നമ്മൾ ഒത്തിരി പാട്ടൊക്കെ പാടി വിടാറുണ്ട്. പക്ഷെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ പറയല്ലേ, അതിനൊരു കൃപ പോരാ.
കൃപയോടുകൂടി പാടുന്നതും അല്ലാതെ പാടുന്നതും. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ പാടുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എന്ത് വ്യാപരിക്കണം? കൃപ വ്യാപരിക്കണം. സിംഗിങ് ടു ദ ലോർഡ് വിത്ത് ഗ്രേസ് ഇൻ യുവർ ഹാർട്ട്. അപ്പം നന്നായിട്ട് പാട്ട് പാടാൻ കൃപ വേണം. നമുക്ക് വളരണമെങ്കിൽ കൃപ വേണമല്ലോ. കാരണം ഇപ്പോൾ വായിച്ച വാക്യത്തിലുണ്ടായിരുന്നു, കൂടാതെ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ, അവർക്ക് എല്ലാവർക്കും ധാരാളമായിട്ടുള്ള കൃപ ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ആ കൃപയിൽ വളർന്നു വന്നത്. യേശുവിൻ്റെ കാര്യം മാത്രം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിലും 52-ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പൈതൽ വളർന്നപ്പോൾ പൈതലിൻ്റെ മേൽ എന്തുണ്ടായിരുന്നു? ദൈവകൃപ ഉണ്ടായിരുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ഫലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. 52-ാം വാക്യം കൂടെ വായിച്ചാൽ, ലൂക്കോസ് 2-ന്റെ, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു. അപ്പം വളരണമെങ്കിൽ കൃപ വേണം. എന്തിനൊക്കെ കൃപ വേണമെന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും ജനിക്കാൻ കൃപ വേണം, വിശ്വാസത്തിൽ നിലനിൽക്കാൻ കൃപ വേണം, ശക്തിപ്പെടാൻ കൃപ വേണം, പ്രതിസന്ധികളിൽ കൂടി ജയാളികളായിട്ട് കടന്നു പോകണമെങ്കിൽ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം. മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ, കഷ്ടതയിൽ സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. ഹൃദയത്തിൽ പാടണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും വാസ്തവത്തിൽ എന്ത് വേണം? നമുക്ക് ദൈവകൃപ വേണം. അതുകൊണ്ടാണ് കൃപയിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരാൻ നമ്മളോട് പറഞ്ഞത്. യു ഷുഡ് ഗ്രോ ഇൻ ഗ്രേസ്. നമ്മൾ ചെയ്യുന്നതെല്ലാം ഗ്രേസ്ഫുള്ളായിട്ട് ചെയ്യാനായിട്ട്. ആരാധിക്കണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. ഇവിടെ വാക്യം പറയുന്നതിനെല്ലാം ഒരു വാക്യം വേണം. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പറയാനായിട്ട്. ചുമ്മാതെ ആരാധനകൾ ഒരുപാട് നടക്കുന്നുണ്ട്, പക്ഷെ ആരാധനകളിൽ എന്ത് വ്യാപരിക്കുന്നില്ല? കൃപ വ്യാപരിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ആളുകൾക്ക് പ്രയോജനമില്ലാത്തത്. അതുപോലെ തന്നെ വീണ്ടും ജനനത്തിലേക്കും ആ വിശുദ്ധിയിലേക്കും വളർച്ചയിലേക്കും ഒക്കെ നടത്താത്തത്. അത് വെറുതെ ഒരു ആരാധന, പല നല്ല രീതിയിലൊക്കെ ചിട്ടപ്പെടുത്തിയ ആരാധന. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 74-75 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന്. ആരാധിക്കുവാൻ കൃപ നൽകുമെന്ന്. ആരാധിക്കുവാൻ കൃപ വേണം. ആരാധിക്കാൻ വാദ്യോപകരണങ്ങൾ മാത്രം പോരാ, ആരാധിക്കാൻ ആളുകൾ മാത്രം പോരാ, ആരാധിക്കാൻ ഹോള് മാത്രം പോരാ. ആരാധിക്കാൻ എന്ത് വേണം? ദൈവകൃപ വേണം. കൃപയില്ലാത്ത ആരാധനകൾ ദൈവത്തിന് സ്വീകാര്യമല്ല. ദൈവകൃപ ആരാധനാ മധ്യേ വ്യാപരിക്കണം. ഈ വർഷത്തെ പുതുവത്സര ചിന്തയായിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്, കൃപയിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരണം. എല്ലാ തരത്തിലും മഹത്വം ദൈവത്തിന് ലഭിക്കണം. 2 പത്രോസ് 3:18 അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലെ ദൈവം കൃപയുടെ വചനം തന്നിട്ടും ദൈവം കൃപയുടെ ആത്മാവിനെ നമുക്ക് തന്നിട്ടും പലരും ദൈവകൃപ വിട്ട് പിന്മാറുന്നു. പലരും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നു. പലരും കൃപയിൽ നിന്ന് വീണു പോകുന്നു. പലരും കൃപയെ ദുഷ്കാമ പ്രവൃത്തികൾക്ക് ഹേതുവാക്കുന്നു. നമ്മൾ വായിച്ച വാക്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. എന്നിട്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കൃപ നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞ് വ്യാപരിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ടും, രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി രക്ഷ പ്രാപിച്ചതായിരിക്കും, പക്ഷെ അവസാനത്തോളം സഹിച്ച് നിന്നെങ്കിലേ രക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അത്രയും പിടിച്ചു നിന്ന് വളരണമെങ്കിൽ നമ്മളുടെ മേൽ എന്ത് വ്യാപരിക്കണം? ദൈവകൃപ. കൃപ ലഭിച്ചവളെ, നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ദൈവകൃപ, എല്ലാവർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് തീത്തോസ് തൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കൃപയുടെ എന്തുമാത്രം അളവ്, എന്തുമാത്രം ദാനം ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ്. അത് തരാൻ കർത്താവ് സന്നദ്ധനാണ്. നമ്മൾ ഈ വരങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതെന്ത് വരമാണ്? കൃപാവരമാണ്. കൃപയുടെ ദാനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അത് വരങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്, കഷ്ടപ്പെടുവാനായിട്ട്, വളരാനായിട്ട്, ആരാധിക്കാനായിട്ട്, അല്ലേ, ഹൃദയത്തിൽ പാടാനായിട്ട്, കൊടുക്കാനായിട്ട് എല്ലാം എന്ത് വേണം? കൃപ. സംസാരിക്കാനോ? സംസാരിക്കാൻ വേണ്ട കൃപ. പിന്നെ സംസാരിക്കാൻ കൃപ വേണം. കൊലോസ്യ ലേഖനം 4:6, കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതായിരിക്കണം. ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. അപ്പം ദൈവകൃപ നമ്മുടെ നാക്കിൽ വ്യാപരിക്കണം. ചില ആളുകൾ പറയും അവൻ്റെ നാക്കിൻ്റെ കുഴപ്പം
കുഴപ്പമാണെന്ന് പറയും. നാക്കിൻ്റെ കുഴപ്പമല്ല, കൃപയില്ലാത്ത നാക്കുള്ളത് കൊണ്ടാണ്. നമ്മുടെ നാക്കിൽ പോലും ദൈവത്തിൻ്റെ കൃപ, കയ്യിൽ കൃപ വ്യാപരിക്കുമ്പോഴാണ് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതെല്ലാം വ്യാപരിക്കേണ്ടത് ഹൃദയത്തിലാണ് കേട്ടോ. ഹൃദയം കൃപയാൽ നിറഞ്ഞെങ്കിൽ മാത്രമേ കൈയും നാക്കും അല്ലേ ആരാധനയും ഒക്കെ ദൈവത്തിന് പ്രയോജനകരമായിട്ട് വരികയുള്ളൂ. എഫേസ്യ ലേഖനം 4:29 ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ സംസാരം കൃപയോട് കൂടിയതായിരിക്കണം. 4:29 വാക്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 29 വാക്യം വായിച്ചാൽ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, കണ്ടോ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ ഈ വർഷം നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ, ഒരു തീമായിട്ട്, എൻ്റെ വായിൽ നിന്ന് അല്ലേ ആത്മീയ വർധന വരുത്താത്ത, കൃപയില്ലാത്ത വാക്കുകളൊന്നും പുറപ്പെടാൻ പാടില്ല. എൻ്റെ വാക്കുകളെല്ലാം ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയുള്ളതുമായിരിക്കണം. ആ കൃപയുള്ള വചനങ്ങൾ കേൾക്കുമ്പോഴാണ് ആളുകൾക്ക് കൃപയിലേക്ക് കടന്നു വരാനായിട്ട് കഴിയുന്നത്. ഈ വർഷത്തെ ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ അല്പസമയം എടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ ജീവിത വ്യാപാരങ്ങളിലും ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്? കൃപയുള്ളവരായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ് നമ്മുടെ ഇടയിൽ വന്ന് പാർത്തതെങ്കിൽ നമ്മളും കൃപ നിറഞ്ഞവരായിരിക്കണം. മറിയയ്ക്ക് അത് ലഭിച്ചിരുന്നു, നോഹയ്ക്ക് അത് ലഭിച്ചിരുന്നു. എല്ലാവർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്നാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇനി എനിക്കത് കിട്ടുമോ, മറിയയ്ക്ക് കിട്ടി, നോഹയ്ക്ക് കിട്ടി, എനിക്ക് കിട്ടുമോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും, ആരെയും ഒഴിവാക്കിയിട്ടില്ല, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യർക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ദൈവം ഉദിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ താഴോട്ടുള്ള വാക്യങ്ങൾ കൂടി വായിക്കണം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത്? അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ് ശിക്ഷിച്ചു വളർത്തുന്നത്? പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ കൃപ നമ്മളെ ഒരു ശിക്ഷണവും കൂടാതെ ഉഴപ്പി നടക്കാൻ പഠിപ്പിക്കുന്നു എന്നാണ് പല സുവിശേഷന്മാരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വേദപുസ്തകം പറയുന്നത് കൃപ നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നു, ശിക്ഷിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സംസാരിക്കാനുള്ള കൃപ ശിക്ഷിച്ച് ദൈവം എനിക്ക് കൃപയാൽ നൽകണം. ചുമ്മാതെ സംസാരിക്കാനുള്ള കൃപ ഇങ്ങോട്ട് തന്നാട്ടെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടി വീഴുന്ന സാധനമല്ല. ആരാധിക്കാനുള്ള കൃപ തന്നാട്ടെ എന്ന് പറഞ്ഞ ഉടനെ നമ്മളെല്ലാം മാജിക്കലായിട്ടാണ് അല്ലേ കൈ ഇങ്ങോട്ട് നീട്ടി, ഈ സാറി പറഞ്ഞ കൃപകളൊക്കെ കൈ നീട്ടി ഇങ്ങോട്ട് തന്നേര് എന്ന് പറഞ്ഞാൽ ദൈവം പറയും പോയി തീത്തോസിൻ്റെ ലേഖനം വായിക്കാൻ പറയും. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഈ കൃപ നമ്മളെ എന്ത് കാര്യത്തിന്? ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കഷ്ടതയിൽ പിടിച്ചു നിൽക്കാൻ, കൊടുക്കാൻ, അതിനൊക്കെ ശിക്ഷണം വേണം. സംസാരിക്കുവാൻ, ആരാധിക്കുവാൻ ഒക്കെ ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ കൂടി നാം കടന്നു പോകണം. അതിന് ദൈവം ഉപയോഗിക്കുന്നത് കൃപയാണെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഉടനെ തല്ലിക്കൊല്ലുകയല്ലെന്ന്. തെറ്റ് ചെയ്താൽ ഉടനെ തല്ലി കൊല്ലുകയായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. ആ തെറ്റ് തിരുത്തി. അപ്പോൾ ആ ദൈവത്തിൻ്റെ ദയയുടെയും കരുണയുടെയും ഒക്കെ ഐശ്വര്യത്തെ നിഷേധിക്കാതെ അവനിപ്പോൾ തന്നെ തല്ലി കൊന്നു കളയാത്ത, ആരാധിക്കാൻ വന്ന കൃപയുടെ ആത്മാവിനെ നിന്ദിച്ച ഒരാളെ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു. അനന്യാസ് ശവത്തിൽ വിറക് പെറുക്കാൻ പോയ ഒരുത്തനെ അന്ന് തന്നെ കൊന്നു കളഞ്ഞു. അങ്ങനെ എത്രയോ കേസുകളുണ്ട്. അപ്പോൾ നമ്മളെ അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അവൻ പിന്നെയും നമ്മളോട് ക്ഷമയോടെ ഇടപെടുന്നത് ആ ഉദിച്ച കൃപ നിങ്ങളെ ശിക്ഷിച്ച് വളർത്തി നന്നാക്കി എടുക്കാനായിട്ട് ദൈവം ക്ഷമയോടെ സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്കൂളിൽ കൂടി ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് ആസ് ദ സ്കൂൾ ഓഫ് ഗ്രേസ്, കൃപയുടെ പാഠശാലയിൽ കൂടി നമ്മളിങ്ങനെ കോസ്റ്റ്ലിയാണ്, ഞാൻ എനിക്ക് പറയാൻ വളരെ കോസ്റ്റ്ലിയാണ്, പക്ഷേ ബിരുദത്തിന് ഭയങ്കര മൂല്യമുണ്ട്. ആ സ്കൂളിൽ പഠിച്ച് ഒരു ബിരുദം നേടി പുറത്തു വന്നാൽ നിങ്ങൾക്ക് എവിടെയും ജോലി കിട്ടും. കിട്ടുമെന്ന് പറഞ്ഞാൽ ആത്മീയ രംഗത്ത് എവിടെയും നിങ്ങൾക്ക് നന്നായിട്ട് അത് പ്രയോജനപ്പെടും. ആരാധനയിൽ പ്രയോജനപ്പെടും, കൊടുക്കുമ്പം പ്രയോജനപ്പെടും, പാടുമ്പം പ്രയോജനപ്പെടും, സംസാരിക്കുമ്പോൾ പ്രയോജനപ്പെടും. ഏത് മേഖലയിലും നിങ്ങൾക്ക് വളർച്ചയ്ക്ക് അത് പ്രയോജനപ്പെടും. നിങ്ങൾക്ക് പ്രത്യാശ ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രത്യാശയിൽ നിങ്ങളെ സമൃദ്ധിയുള്ളവരാക്കുന്നത് കൃപയാണ്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ,
2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ എല്ലാ ലേഖനങ്ങളും തന്നെ പൗലോസ് ഈ കൃപയുടെ കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കണം. തെസ്സലോനിക്കയ്ക്ക് എഴുതിയ 2-ാം ലേഖനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ചു നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്നു. നല്ല പ്രത്യാശ കൃപയാലെ നൽകി. അപ്പോൾ നമുക്ക് നല്ല പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ അതിന് തന്നെ ഒരു കൃപ വേണം. ഈ പ്രത്യാശ ഇല്ലാതെ പലരും ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ പ്രത്യാശയ്ക്ക് വേണ്ടിയ ഒരു കൃപ നമ്മൾ വ്യാപരിക്കാത്തതുകൊണ്ടാണ്. ഇനി പത്രോസിൻ്റെ ലേഖനം നിങ്ങൾ വായിച്ചാൽ നമുക്ക് വരാനിരിക്കുന്ന ഒരു കൃപ, ലഭിച്ച ഒരു കൃപയുണ്ട്, ഇനി വരാനിരിക്കുന്ന കൃപകളുണ്ട്. അപ്പോൾ കൃപയെല്ലാം തീർന്നു പോയെന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ സ്കൂളിൽ ചേരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്കൂളിൽ ചേർന്നാൽ പണ്ടൊക്കെ ടെർമിനൽ കോഴ്സ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ മാക്സിമം പഠിക്കാവുന്ന ഒരു കോഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളുകാരെന്ത് പറയും? പൊക്കോളം പറയും. പക്ഷേ യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾ നല്ല യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടെർമിനൽ കോഴ്സ് ഇല്ല, പഠിച്ചുകൊണ്ടേ ഇരിക്കാം. മനസ്സിലായോ? അത് പിന്നെയും പഠിച്ചുകൊണ്ട് PhD കഴിഞ്ഞാൽ പിന്നെയും പോസ്റ്റ് ഡോക്ടറൽ, അതിങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും പഠിച്ചും ഗവേഷണം ചെയ്തും പോകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൃപയുടെ സ്കൂളിൽ ചേർന്നാൽ എല്ലാം തികഞ്ഞു എന്നൊരു സ്ഥലമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നത് വരെയും കൃപയിൽ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. കുറഞ്ഞ വർഷം ഈ വർഷമെങ്കിലും ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു, ഇതൊക്കെ ഒരു വർഷത്തേക്ക് മതിയെന്ന് ആരും കരുതരുത്. ഓൾ ത്രൂ യുവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ യേശു നമ്മളോട് പറഞ്ഞത് അവൻ്റെ നിറവിൽ നിന്ന് നാം കൃപ പ്രാപിച്ച് മുന്നോട്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃപ നമുക്ക് ചെയ്തു തരുന്നത് പുസ്തകത്തിൽ നിന്ന് എടുത്ത് പറയാൻ കഴിയും. നിങ്ങൾ ഏത് ലേഖനം വായിക്കുമ്പോഴും പൗലോസ് ലേഖനങ്ങളൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൃപയും സമാധാനവും. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നിന്ന് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കൃപയുണ്ടെങ്കിൽ എന്തും കിട്ടും, സമാധാനം കിട്ടും. ഏത് ലേഖനം അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഞാൻ വാക്യം തരാത്തത് എല്ലാ ലേഖനങ്ങളിലും ഉണ്ട്, അതുകൊണ്ടാണ്. പ്ലീസ് ഗോ ഹോം. എന്നിട്ട് ലേഖനം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒന്ന് വായിച്ചു നോക്കിയാൽ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ, കൃപയും സമാധാനവും. അപ്പം കൃപ നമ്മളുടെ കൂടെ ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് പിടികിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കൃപ നമ്മളിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കൃപയിൽ വളരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ കൃപയിൽ വളരാനായിട്ട് ഈ വർഷം നമ്മളൊരു താല്പര്യം കാണിക്കണം. അങ്ങനെ വളരാനായിട്ടൊരു താല്പര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ദൈവകൃപയിൽ വളരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് വരികയില്ല. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും വിചാരിക്കുന്നത് കുറേ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ, കുറേ ആരാധനയ്ക്കൊക്കെ പോയാൽ, കുറേ വേദപുസ്തകം വായിച്ചാൽ, കുറച്ച് നേരം പ്രാർത്ഥിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളങ്ങ് കൃപയുള്ളവരും ആത്മീയമായിട്ട് പക്വത പ്രാപിച്ചവരും ആകുമെന്നാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക് എന്ന് അതിശക്തമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മീയ വളർച്ച ഇങ്ങനെ മൈക്രോവേവ് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യമല്ല. നിങ്ങൾ വേദപുസ്തകം പരിശോധിച്ചാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പിന്മാറിപ്പോവും. ഒന്നും ചെയ്യാതെ നിന്നു കൊടുത്താൽ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, ഓട്ടോമാറ്റിക്കായിട്ട് വളരുകയല്ല, പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് പിന്മാറിപ്പോവും. നിങ്ങൾ പിന്മാറിപ്പോകാൻ ഒന്നും ചെയ്യണ്ട. ശ്രദ്ധിക്കണം, പിന്മാറിപ്പോകാനായിട്ട്, കൃപയിൽ നിന്ന് വീണു പോകാനായിട്ട്, കൃപ വിട്ട് പിന്മാറുന്നതിനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അതാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ വന്ന് ഇരുന്ന് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നാൽ കുറേ കഴിയുമ്പം ഉള്ള കൃപയും കൂടി ഇല്ലാതായി പോകും. കൃപ ഇല്ലാതായി പോകും, കൃപയിൽ നിന്ന് വീണു പോകും, ക്രിസ്തുവിനോടുള്ള ബന്ധം വിട്ടുപോകും. നിങ്ങൾ കൃപ വിട്ട് പിന്മാറും, കൃപയുടെ ആത്മാവിനെ പതുക്കെ നിന്ദിച്ചു തുടങ്ങും. ആത്മാവിൻ്റെ ഉപദേശങ്ങളൊന്നും നമുക്ക് വളരെ വിലപ്പെട്ടതായിട്ട് തോന്നുകയില്ല. എന്നാൽ നിങ്ങൾ ഡെലിബറേറ്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ കൃപയിൽ വളരുവാൻ, ഗ്രോ ഇൻ ഗ്രേസ് എന്നാണ് ഞാൻ പറഞ്ഞത് ഈ കൊല്ലം. കൃപയിൽ വളരണമെങ്കിൽ, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെങ്കിൽ, ഇല്ല നിങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു എന്ന് സ്വാഭാവികമായിട്ടൊരു ചിന്തിക്ക്. ഞാനൊരു ആളെ പുതിയതായിട്ട് പരിചയപ്പെട്ടു ബൈബിൾ ക്ലാസ്സിൽ വന്നപ്പോൾ. അയാളെ മറന്നു പോകാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും, അത് മാത്രം ഓർത്താൽ മതി. ആളെ മറക്കാനായിട്ട്, ആളുള്ള ബന്ധം നശിക്കാനായിട്ടൊരു കാര്യം ചെയ്താൽ മതി. അയാളെക്കുറിച്ച് ഓർക്കാതിരിക്കുക, അയാളെ വിളിക്കാതിരിക്കുക, അയാളുടെ നമ്പർ മേടിക്കാതിരിക്കുക, അയാളുമായിട്ട് ഒരു ബന്ധവും പുലർത്താതിരിക്കുക. ഇല്ലേ? നമ്മളറിയാതെ തന്നെ പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ 5 ആഴ്ച മുമ്പ് ഇവിടെ വന്നത് നിങ്ങളോ എന്ന് നമ്മൾ ചോദിക്കും. കാരണം നമ്മളതേക്കുറിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ആളുമായിട്ടൊരു ബന്ധത്തിൽ വളരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനില്ലേ? എന്തൊക്കെ ചെയ്യണം? അങ്ങയുടെ പേര് ചോദിക്കണം,
അല്ലേ? അവിടെ ചിലപ്പോൾ ചില ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ആൾ എന്നോട് ചോദിക്കാറുണ്ട്, പുറകെ വന്നിരുന്ന മുണ്ടുടുത്ത ആൾ ആരായിരുന്നു? അപ്പോൾ നിങ്ങൾക്കൊന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു? മടിയന്മാരെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? എന്നിട്ട് അതെല്ലാം ആരുടെ ജോലിയാണ്? മുമ്പിൽ നിൽക്കുന്ന ആളുടെ ആരും അങ്ങനെ ചോദിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് വി ഡോണ്ട് ടേക്ക് എനി എഫേർട്ട്. അപ്പോൾ വന്ന എല്ലാവരുടെയും പേര് ഞാനിങ്ങനെ ഓടി നടന്നിടയ്ക്ക് എഴുതി മേടിക്കുകയും ഫോൺ നമ്പർ മേടിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഐ ആം മേക്കിംഗ് ആൻ എഫേർട്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേര് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. നിങ്ങളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും, ഈ കഴിഞ്ഞ ആഴ്ച 3 ആഴ്ച ഒരാളെ കണ്ടില്ലോ എന്ന് പറഞ്ഞാൽ ഏതാൾ? ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നാം നിർബന്ധപൂർവം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. അതും കൂടെ ഞാൻ ഈ കാര്യത്തെ കൂടെ ചേർത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നിങ്ങൾ ദൈവത്തോട് സഹകരിക്കണം. നമ്പർ 1, വി മസ്റ്റ് കോഓപ്പറേറ്റ് വിത്ത് ഗോഡ്. ദൈവത്തോട് സഹകരിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ കൃപ നമ്മളിലേക്ക് വരികയുള്ളൂ. 2, നിങ്ങൾക്കൊരു ആത്മീയമായിട്ടുള്ള സ്ഥിരോത്സാഹം വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിളിക്കാനും സംസാരിക്കുവാനും കാണാനും നോക്കാനും എടുക്കാനും ഒരവസരങ്ങൾ ഉണ്ടാക്കാനായിട്ട് സ്പിരിച്വൽ ഡിലിജൻസ്. യു നീഡ് ടു കോഓപ്പറേറ്റ് വിത്ത് ഗോഡ്. യു നീഡ് എ സ്പിരിച്വൽ ഡിലിജൻസ് ആൻഡ് ഓൾസോ യു നീഡ് എ സ്പിരിച്വൽ ഡിസിപ്ലിൻ. നമുക്കൊരു ആത്മീയ ശിക്ഷണം വേണം. കാരണം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ദൈവത്തോട് ഇടപെടണമെന്നുണ്ടെങ്കിൽ ഒരു ശിക്ഷണം വേണം. നമ്മൾ കൂട്ടുകാരനോട് ഇടപെടുന്നത് പോലെ വെറുതെ ലാഘവത്തോടെ ദൈവത്തോട് ഇടപെടാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ കൃപയിൽ ദൈവം ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെയൊക്കെ നിങ്ങളോട് സംസാരിച്ചെന്നൊക്കെ വരും. അത് ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷെ നമുക്കെന്ത് വേണം? കാരണം അവൻ വിശുദ്ധന, അതായത് വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലതൊക്കെ ഓർക്കുന്നില്ല. അവൻ വിശുദ്ധനാണ്. അവൻ്റെ അടുക്കൽ ചെല്ലുമ്പം അവൻ വെളിച്ചമാണ്, അവനിൽ ഇരുട്ടില്ല. അപ്പോൾ നമ്മളിലുള്ള ഇരുട്ടുകളൊക്കെ അവൻ സ്നേഹമാണ്. നമ്മളിൽ വിദ്വേഷവും കയ്പും വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെയാണ് ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ നമുക്ക് വേണമെന്ന് പറഞ്ഞത്. അവൻ നീതിയാണ്, എന്നിൽ നീതി ഉണ്ടാകണം. അവനിൽ അധർമ്മമില്ല, എന്നിൽ അധർമ്മം ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഒരു താല്പര്യം എടുക്കണം. നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. സോ വി നീഡ് ടു ക്ലെൻസ് അവർ സെൽസ്. നമ്മുടെ വീട് നമ്മൾ തന്നെ വൃത്തിയാക്കണം. നമ്മളെ തന്നെ വെടിപ്പാക്കണം. ആത്മാവിലെയും ജഡത്തിലെയും എല്ലാ കന്മഷങ്ങളെയും വിട്ട് അതിനെ വെടിപ്പാക്കി നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെയ്യും. അപ്പോൾ സ്പിരിച്വൽ ഡിസിപ്ലിൻ വേണം, ഡിലിജൻസ് വേണം, ദൈവത്തോട് സഹകരിക്കണം. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ വർക്കൗട്ട് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ഫിലിപ്പിയ ലേഖനത്തിലാണ് നമ്മൾ വായിക്കുന്ന 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല. ഞാൻ അരികത്തിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാനിരിക്കുകയാണെങ്കിൽ, എന്നും ബൈബിൾ ക്ലാസ് ആണെങ്കിൽ, അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാർ പറഞ്ഞത് ഈ മറുരൂപയുടെ മുകളിൽ 3 കൂടാരം ഉണ്ടാക്കി നമുക്ക് ഇവിടെ അങ്ങ് കൂടാമെന്ന്. പക്ഷേ കർത്താവ് പറഞ്ഞ് അങ്ങനെ ഇവിടെ എപ്പോഴും കൂടാരം വെച്ചുകൊണ്ടിരിക്കാനൊക്കെയല്ല, നമുക്ക് ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. കം ലെറ്റ്സ് ഗോ ഡൗൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൗലോസപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഫിലിപ്പിയയിലുള്ളവരൊക്കെ എല്ലാം ഓക്കെ ആയിരിക്കും. അല്ല, എന്ന് നമുക്ക് ബൈബിൾ ക്ലാസ് ആയിരുന്നെങ്കിൽ എന്ന് അതിന് ഇടയ്ക്ക് ക്യാമ്പ് വെക്കുന്നത് ഇല്ല. ചില സഭയ്ക്കൊക്കെ വർഷാവസാനം എന്തുണ്ടാവും? വർഷാവസാനം മാത്രമല്ല, ഇടയ്ക്കും ചിലപ്പോൾ ക്യാമ്പ് വെക്കും, ഇടയ്ക്ക് റിട്രീറ്റ് വയ്ക്കും. റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോകാൻ, അപ്പോൾ വേറെ കണ്ടോട്ടൊക്കെ പോയി, അതുകൊണ്ടാണ് ഇല്ല റിട്രീറ്റ്, തിരിച്ചു വരാനായിട്ട് ക്യാമ്പ് വെക്കും. ക്യാമ്പ് വെക്കുന്നത് എന്തിനാണ്? നമ്മൾ ഒരുമിച്ച് താമസിച്ച് എന്നിട്ട് ക്യാമ്പ് കഴിയുമ്പോൾ സാക്ഷ്യം ആൾ പറയാൻ പോകുന്നത് ഈ ക്യാമ്പ് അവസാനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മിക്കവാറും ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ്, വളരെ മനോഹരമായിരുന്നു. ഇനി അപ്പോൾ അതന്നെ നമ്മൾ എന്നും ക്യാമ്പിലാന്ന് ഓർക്കണമെന്ന് അല്ലേ? താഴേക്ക് ഇറങ്ങി വന്നാലും ക്യാമ്പ് പിരിഞ്ഞാലും എന്തിൽ തന്നെയാണ്? ക്യാമ്പിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ബോധത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് അപ്പനും അമ്മയും 2-3 ദിവസത്തെ വഴിയെങ്കിൽ പോകുന്നില്ലേ? അങ്ങനെ പോന്നാൽ പോരാ. മേക്ക് ഷുവർ ഒരു ഡിലിജൻസ് വേണം, അതിനൊരു ഡിസിപ്ലിൻ വേണം. ആൻഡ് വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. വായിച്ചാട്ടെ, ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, അരികത്തെ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ച രക്ഷ
പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം എന്നാണ് വായിക്കേണ്ടതെന്ന് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. വർക്കൗട്ട് യുവർ സാൽവേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ. പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് രക്ഷയ്ക്കായി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന്. കാരണം അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവന് രക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ആ രക്ഷ പ്രാവർത്തികമാക്കാൻ, അത് ഫലവത്താക്കാനായിട്ട് നിങ്ങൾ തുടർന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം വായിച്ചാൽ മതി, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അത് പ്രവൃത്തിപഥത്തിലേക്ക് വരണം. അബ്രഹാം വിശ്വസിക്കുക മാത്രമല്ല ചെയ്തത്, അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാനുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ട് നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഈ കൃപ നമുക്ക് തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യങ്ങൾ ഞാൻ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം. 3-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ കുറിവാക്യം വായിച്ചത്, ഓർക്കുന്നുണ്ടല്ലോ. എത്രാം വാക്യമായിരുന്നു? 18-ാം വാക്യം. അവിടെയാണ് പറഞ്ഞത്, ഒന്നുകൂടെ വായിക്കാം. 18-ാം വാക്യം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇതാണ് നമ്മൾ ഈ വർഷം കുറിവാക്യമായിട്ട് എടുക്കുന്നത്, നമ്മുടെ ഈ ബൈബിൾ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കുറേ കാലമായിട്ട് പഠിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. പക്ഷെ പോരാ. ലഭിച്ചു കഴിഞ്ഞെന്നോ ആയെന്നോ ആരും കരുതണ്ട. പൗലോസ് കരുതുന്നില്ല, മോശ കരുതുന്നില്ല. അവരൊക്കെ പറയുന്നത് ഇനിയും അറിയണമെന്നാണ്. പക്ഷേ നമുക്ക് പലർക്കും ലഭിച്ചു കഴിഞ്ഞെന്ന് തികഞ്ഞവരായെന്നൊരു ബോധം വരുന്നുണ്ടെങ്കിൽ അപകടമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. എന്നെ കർത്താവ് പിടിച്ചിരിക്കുന്നത് കൊണ്ട്, എനിക്കിതിനകത്തൊരു ബിഗിനിങ് വെക്കാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ട്, എനിക്കിനിയും അവനെ അറിയാനും അനുഭവിക്കുവാനും കഴിയുമോ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നേ ഉള്ളൂ? പിന്തുടരുന്നതേ ഉള്ളൂ. ഐ എം ഓൺലി ഫോളോയിങ് ഹാർഡ് ആഫ്റ്റർ ഹിം. അങ്ങനെയാണെങ്കിൽ നാം കൃപയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വളർന്നുകൊണ്ടേയിരിക്കണം. നാം കൃപയിൽ വളർന്നുകൊണ്ടിരിക്കണം. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നുകൊണ്ടിരിക്കണം. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കണം. പക്ഷേ ഇത് 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യമായിരുന്നു. നമുക്കൊരു ചെറിയ ദോഷമുള്ളത് എന്താണെന്ന് നമുക്കെന്ന് പറഞ്ഞാൽ, ബൈബിൾ പഠിതാക്കൾക്കും പ്രഭാഷകന്മാർക്കും ഒക്കെ ഉള്ളൊരു ദോഷമെന്ന് പറയുന്നത്, ഒരു വാക്യം എടുത്തിട്ട് ആ വാക്യത്തിൽ എത്ര കസത്ത് വേണമെങ്കിലും നമുക്ക് കാണിക്കാം. എന്നാൽ ശരിക്ക് കാര്യം മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ മുകളിലോട്ടൊന്ന് കയറിപ്പോകണം. കാരണം ആ കോണ്ടെക്സ്റ്റിൽ കാര്യം മനസ്സിലാകണമെങ്കിൽ അധ്യായത്തിൻ്റെ പുസ്തകത്തിൻ്റെ തന്നെ തുടക്കം മുതൽ. അപ്പോസ്തലനായ പൗലോസോ പത്രോസോ ഒക്കെ ലേഖനം എഴുതിയപ്പം ഈ വാക്യം മാത്രം മതിയെന്നും പറഞ്ഞാണോ എഴുതിയത്? അല്ല. അങ്ങനെയാണെങ്കിൽ ഈ 3-ാം അധ്യായം ഞാൻ വിശദമായിട്ട് പഠിപ്പിക്കാനല്ല, ആ 3-ാം അധ്യായം ഇങ്ങനെ എഴുതി പോരുമ്പോൾ പത്രോസിന് ഈ വായിക്കുന്ന ആളുകളോട് സ്നേഹം അങ്ങോട്ട് കയറിയിട്ട്, പ്രിയമുള്ളവരെ യോഹന്നാൻ അങ്ങോട്ട് സ്നേഹം കയറിയാൽ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആ ലേഖനം വായിച്ചാൽ എത്ര കുഞ്ഞുങ്ങളെ. കാരണം അദ്ദേഹം വയസ്സായി. അപ്പം നമ്മളെപ്പോലുള്ള, അപ്പം നിങ്ങൾ വിളിക്കുന്നവരൊക്കെ എന്നെയാണോ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത്? എനിക്ക് 70 വയസ്സായെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 99 വയസ്സായി എന്ന് വെച്ചോണം. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ നമ്മൾ ആരാണ്? കുഞ്ഞാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ പത്രോസ് ആണെങ്കിൽ പ്രിയമുള്ളവരെ എന്ന് വിളിച്ചിട്ട് പറയാണ്, ഞാൻ വളരെ സ്നേഹത്തോട് നിങ്ങളോട് പറയുകയാണ്, ഇതുപോലെ ചെയ്തില്ലെങ്കിൽ പോക്കാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡിലിജൻസ്, ഡിസിപ്ലിൻ, കോഓപ്പറേഷൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഈ അധ്യായത്തിൽ ഒരു 4 പ്രാവശ്യം പറയുന്നുണ്ട്. നോക്കിയാലോ? 1-ാം വാക്യം 2 പത്രോസ് 3 എല്ലാം ഈ അധ്യായത്തിൽ നിന്നാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമാണ് നമ്മൾ കുറിവാക്യമായിട്ട് എടുത്തത്. അതിൻ്റെ മുകളിൽ 1-ാം വാക്യം എന്ന് പറഞ്ഞാൽ 3-ന്റെ 1. പ്രിയമുള്ളവരെ. കണ്ടോ എങ്ങനെ വിളിച്ചത്? പ്രിയമുള്ളവരെ. കാരണം എനിക്ക് തോന്നുന്നത് യേശുവിനോട് ചോദിച്ചായിരുന്നു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോയെന്ന്. അതുകൊണ്ട് ഇപ്പോൾ തിരിച്ച് ആളോട് പറയാണ്, നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, കർത്താവ് എനിക്ക് പ്രിയപ്പെട്ടു, അപ്പം പ്രിയമുള്ളവരെ. ഓക്കെ, എന്താ ഒന്നാമത് പറഞ്ഞത്? പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന്. നമ്പർ 1, ഓർത്തുകൊള്ളണം. ബി മൈൻഡ്ഫുൾ. കേൾക്കുന്നതൊന്നും മറന്നു കളയരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന് അന്യഭാഷ പറയിപ്പിക്കുക എന്നുള്ളതല്ല. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? വണ്ടർഫുൾ. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഇത് മറന്നു പോകുന്നതാണ് നമ്മുടെ വലിയ കുഴപ്പം. അതുകൊണ്ടാണ് പത്രോസും പറയുന്നത്, അന്യഭാഷ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളാരും ധരിക്കരുത്. അതൊക്കെ അവിടെ ഉണ്ട്. രോഗശാന്തിയുണ്ട്, അന്യഭാഷയുണ്ട്, നമ്മളതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ ബൈബിൾ സർവേ ക്ലാസ്സിൽ. എന്നാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം
പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആത്മാവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. അതെൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. അതിനാണല്ലോ നമ്മൾ ഗുസ്തി പിടിച്ച്. പക്ഷേ ആത്മീയ ജീവിതത്തിൽ അങ്ങനെ ഒരു ഡിസിപ്ലിൻ, ഒരു ഡിലിജൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. പല സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്തോ ഒന്നും ഓർമ്മയില്ലാത്തവരെ പോലെ, ഒന്നും കേട്ടിട്ടില്ലാത്തവരെ പോലെ, ഒന്നും അറിയാത്തവരെ പോലെ പെരുമാറുന്നെങ്കിൽ യു ക്യാൻ നെവർ ഗ്രോ ഇൻ ഗ്രേസ്. കൃപയിൽ ഒരിക്കലും വളരാൻ കഴിയുകയില്ല. ഓർത്തുകൊള്ളുവീൻ. എന്തോർക്കണമെന്നാണ് പറഞ്ഞത്? അപ്പോസ്തലന്മാർ പറഞ്ഞ വചനവും വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും വിശുദ്ധ എന്ന്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ചിന്തിക്കണം കേട്ടോ. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയാൽ മതി. അതായത് പുതിയ നിയമം ഈസ് ഓൺലി ഇൻ ദ മേക്കിംഗ്. അന്നേരം പുതിയ നിയമം ഉണ്ടായിട്ടില്ല. ഇത് എഴുതുമ്പം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പക്ഷേ എന്തുണ്ട്? പ്രവചനങ്ങളും ന്യായപ്രമാണവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വചനം. ഇതിനു മുമ്പ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വചനവും പിന്നെ നിങ്ങളുടെ അപ്പസ്തോലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം. അപ്പം അപ്പോസ്തലന്മാർ കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. കർത്തൃമേശ ആചരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൂട്ടായ്മ ആചരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഉപദേശം കേൾക്കാൻ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചോദിക്കുന്നത് പോലെ, 1-ാം നൂറ്റാണ്ടിലെ സഭ കർത്തൃമേശ ആചരിച്ചപ്പോൾ എല്ലാവരോടും പറഞ്ഞു, 1 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഒരു സഹോദരൻ വായിക്കുന്നതായിരിക്കും. അങ്ങനെയല്ലേ ആചരിച്ചത്? അത് അങ്ങനെ അത് മോശമായി പോയി. അങ്ങനെ ചെയ്യേണ്ടല്ലായിരുന്നു. ദർ വാസ് നോ ഫസ്റ്റ് കൊരിന്ത്യൻസ് അറ്റ് ദാറ്റ് ടൈം എന്ന് ഓർക്കണം. പക്ഷെ അവർക്ക് എന്തറിയാമായിരുന്നു? ഇത് അപ്പോസ്തലന്മാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, മേശ ആചരിക്കണം, അത് മര്യാദയ്ക്ക് ആചരിക്കണം, അതിന് ചില പ്രമാണങ്ങളൊക്കെ ഉണ്ട്. ഇല്ലേ? ഇല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. അതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞു. ഇനി ആ വാക്യം ഒന്ന് വായിച്ചേ. വിശുദ്ധ പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം. കൽപ്പന ട്രഡീഷൻ. അപ്പോൾ നമ്മുടെ സഭയ്ക്കും ഉണ്ടത്, എല്ലാ സഭകൾക്കും ഉണ്ട്. അപ്പോൾ അതിനെ മാറ്റുന്ന പുതിയ ട്രഡീഷൻസുമായിട്ട് ന്യൂജൻ ചർച്ചസൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോസ്തലന്മാർ പറഞ്ഞ ട്രഡീഷൻ, കൽപ്പന ഓർത്തുകൊള്ളണം. എന്നിട്ട് താവട്ടെ ഒരു ലൈനും കൂടെ ഉണ്ടല്ലോ. ഈ ലേഖനം 2-ലാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. അപ്പോൾ ഇത് ലേഖനം എഴുതിയത് നമ്മുടെ പരമാർത്ഥ മനസ്സ് ഉണർത്താനായിട്ടാണ്. പരമാർത്ഥ മനസ്സ് ഉണർന്നിരുന്നാൽ ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സെപ്പോഴും ഉണർത്തി വെക്കണം. മനസ്സുണർത്തി. അങ്ങനെയാണ് പിശാച് വരുമ്പോഴും എങ്ങനെ ഇരിക്കാനാണ് പറഞ്ഞത്? ഉണർന്നിരിപ്പീൻ. എവിടെ ഉണർന്നിരിക്കേണ്ടത്? ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർന്നിരിക്കണം. ആർ യു ഫോളോയിങ്? നിങ്ങൾക്കൊരു പരമാർത്ഥതയുള്ള മനസ്സ് വേണം. അതെങ്ങനെ ഇരിക്കണം? ഉണർന്നിരിക്കണം. എന്നിട്ട് അതിൽ ഓർക്കേണ്ട കാര്യങ്ങൾ. സ്വപ്നത്തിലാണ് പിശാച് വന്ന് അറ്റാക്ക് ചെയ്യുന്നതെങ്കിലും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുന്നേറ്റ് പറയാൻ പറ്റണമെന്ന് അല്ലേ? ഞാനിപ്പോൾ അങ്ങനെ ചാടാൻ പോകുന്നില്ല, ഞാൻ നിന്നെ നമസ്കരിക്കുകയല്ല. വചനം ഉദ്ധരിക്കാൻ, വചനം എന്ന വാള് കയ്യിൽ വേണം. ഓർത്തിരിക്കണം. അതിനാണ് കുറേ വാക്യമൊക്കെ കാണാൻ പഠിക്കാനൊക്കെ പറയുന്നത്. നമ്മളാണെങ്കിൽ പിള്ളേരോടെല്ലാം പഠിച്ചോളാൻ പറയുകയാണ്. എനിക്ക് ബൈബിളിൽ എവിടെ അത് പറഞ്ഞേക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഏതാ? കൊച്ചു പിള്ളേരെല്ലാം വാക്യം പഠിക്കണം, വയസ്സന്മാരൊന്നും വാക്യം പഠിക്കരുത്. അങ്ങനെ എവിടെയെങ്കിലും വാക്യമുണ്ടോ? പക്ഷെ നമ്മളിപ്പം നമ്മുടെ ഒരു പുതിയ ആചാരമായിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിള്ളേരോടൊക്കെ പറയാം, ഒരു വാക്യം പറഞ്ഞിട്ടിരുന്നാട്ടെ, പ്രായമുള്ളവർക്ക് ഒന്ന് വാക്യം വായിച്ചാൽ മതി. കാരണം അവർക്ക് ലൈസൻസാണ്, വയസ്സൊക്കെ ആയില്ലേ പഠിക്കാനൊന്നും. എത്ര കറികൾ കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, എത്ര വണ്ടിയുടെ കാര്യങ്ങൾ കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഓഫീസിൽ എത്ര ഫയലുകൾ കാണാതറിയാം. വാക്യം മാത്രം ഒരോർമ്മയും കിട്ടുന്നില്ലെന്ന് പറയുന്നത്. അതിനാ പരിശുദ്ധാത്മാവിനെ തന്നേക്കുന്നത്, ഈ വാക്യമൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി തരാനായിട്ട്. അതുകൊണ്ട് ഓർത്തുകൊള്ളുവീൻ. 2:8 വാക്യം. 2:8 വാക്യം. എന്നാൽ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. മറക്കരുത്. ഓർത്തുകൊള്ളുവീന്ന് പറഞ്ഞിട്ട് തൃപ്തി വരാത്തത് കൊണ്ടായിരിക്കും പത്രോസ് വീണ്ടും പറയുന്നത് എന്ത് ചെയ്യണം? മറക്കരുത്. ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം, മറക്കരുത്. എന്താ മറക്കാതിരിക്കേണ്ട കാര്യം എന്നറിയാവോ? നിങ്ങളുടെ വഴിയും ദൈവത്തിൻ്റെ വഴിയും, നിങ്ങളുടെ സമയവും ദൈവത്തിൻ്റെ സമയവും, നിങ്ങളുടെ രീതിയും ദൈവത്തിൻ്റെ രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മറക്കരുത്. നമ്മൾ ചിലപ്പോഴും അതൊക്കെ അങ്ങ് മറന്നു പോകും.
ഞാൻ ചെയ്യുന്ന പോലെ, ഞാൻ ചിന്തിക്കുന്ന പോലെയൊക്കെ ദൈവം ചെയ്യണം. അതുകൊണ്ടാണ് 50-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കുന്നത്, ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കാൻ എന്ന്. നമ്മളങ്ങനെ നിരൂപിക്കും. ദൈവം എന്നെപ്പോലെയുള്ളവനാണെന്നങ്ങ് നിരൂപിക്കും. മറക്കരുതെന്ന്. ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ വെറും മനുഷ്യരാണ്, ദൈവം ദൈവമാണ്. സമയങ്ങളും കാലങ്ങളും എല്ലാത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ദൈവത്തിൻ്റെ വഴികൾ നമ്മളുടെ വഴികളേക്കാൾ ഉന്നതമാണ്. ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളേക്കാൾ വളരെ ഉന്നതമാണ്. അതൊരിക്കലും മറക്കരുത്. അവിടെ നമ്മൾ അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും വചനം ഓർത്തിരിക്കണം. ദൈവം ആരാണെന്നുള്ള കാര്യം മറക്കരുത്. ഇതിനാണ് ഡിലിജൻസ്, ഡിസിപ്ലിനൊക്കെ വേണമെന്ന് പറഞ്ഞത്. 3:14 വാക്യം. മൂന്നാമത്തെ പ്രിയമുള്ളവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് ബി ഡിലിജന്റ്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഉത്സാഹികളായിരിക്കണം, മടിയന്മാരായിരിക്കരുത്. എന്തിനാണ് ഉത്സാഹിക്കേണ്ടത്? കറയും കളങ്കവും ഇല്ലാത്തവരായി അവൻ്റെ വരവിങ്കൽ നിൽക്കുവാൻ. അവൻ വരും. അത് തന്നെ ആദ്യം ബോധം വേണം. 3-ാം അധ്യായം അതിനുവേണ്ടി എഴുതിയിരിക്കുന്നത്. 3-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് അവൻ്റെ പ്രത്യക്ഷത എവിടെ എന്ന് ചോദിക്കുന്ന പരിഹാസികൾ ഉണ്ടാകും, ഇല്ലേ? പരിഹാസികൾ പരിഹാസത്തോടെ എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വേണം, ഉറപ്പ് വേണം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്, അത് ഓർത്തിരിക്കണം, അതിനോട് കോപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് ഉത്സാഹത്തോടെ നിങ്ങളെ തന്നെ ഒരുക്കണമെന്ന്. ആളുകൾ ഒരുക്കാതിരിക്കട്ടെ, നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ഒരുക്കണം. ഹീ ഈസ് പ്രിപ്പയറിങ് ആൻഡ് യു നീഡ് ടു പ്രിപ്പയർ. അവൻ നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുന്നു. നമ്മളെന്തൊരുക്കണം? നമ്മളെ തന്നെ ഒരുക്കണം. എന്താ ഒരുക്കേണ്ടത്? കറയും കളങ്കവും ഇല്ലാത്തവരായി, തേജസ്സുള്ളവരായി അവൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് നാം നമ്മെ തന്നെ ഒരുക്കണം. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതിന് നമ്മൾ ഉത്സാഹം ഉള്ളവർ ആയിരിക്കണം. ഉഴപ്പന്മാരായിട്ട് പോയാൽ എപ്പോഴാണ് കർത്താവ് വരുന്നതെന്ന് അറിയാൻ ഒക്കുകയില്ല. ഞാൻ അടുത്ത ആഴ്ച വൃത്തിയാക്കിക്കോളാമെന്ന് വിചാരിച്ചാൽ ഈ ആഴ്ച കർത്താവ് വന്നാലോ? ഇന്ന് ഞാൻ കർത്തൃമേശയുടെ ഒന്നും പങ്കെടുക്കുന്നില്ല, കാരണം ഇന്ന് ഞാനൊന്നും ശരിയാക്കിയിട്ടില്ല. പാട്ടും പാടി ജീവിതം ഇന്നും ശരിയായിട്ടില്ല. അയ്യോ, അതുകൊണ്ട് അടുത്ത ആഴ്ച ശരിയാക്കിയിട്ട് അതിനിടയ്ക്ക് നീ ചത്തുപോകുകയോ കർത്താവ് വരികയോ ചെയ്താൽ എന്താവും കേസ്? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഷോർട്ട് അക്കൗണ്ട്സ്. നമുക്ക് കർത്തൃമേശയിൽ ഒരു അവസരം കിട്ടുമ്പോൾ ശരിയായിട്ടില്ലെങ്കിൽ അവിടെ വെച്ച് ശരിയാക്കി അപ്പോൾ തന്നെ മേശയിൽ പങ്കെടുക്കണം. അല്ല, പിന്നെ മേശ ഇതിനെ കാണാൻ വെച്ചേക്കുന്നതാണോ? അല്ല, കഴിക്കാൻ വെച്ചേക്കുന്നതാണ്. കഴിക്കാൻ വെച്ചേക്കുന്നതാണെങ്കിൽ നാം ഒരുക്കമുള്ളവരായി, അതിനെ മാറ്റിവെക്കുന്നവരല്ല. മാറ്റിവെക്കുമ്പോൾ നമ്മൾ വേറെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തൂടെ കൺവേ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉത്സാഹികളായിരിക്കണം, കറയും കളങ്കവും ഒന്നുമില്ലാത്തവരായി. കഴിഞ്ഞ ദിവസം ഞാൻ പെൻഷൻ വാങ്ങാൻ ട്രഷറി പോയപ്പോൾ ഒരു അധ്യാപകൻ, എൻ്റെ കൂടെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ എൻ്റെ അടുക്കൽ ഓടി വന്ന് ചോദിച്ചു, സാറേ ഇങ്ങനൊരു വാക്യം ഉണ്ടല്ലോ, അതെവിടെ? ഞാൻ ചോദിച്ചാൽ എങ്ങനെ? കറയും കളങ്കവും. ബൈബിൾ വായിച്ചിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വാക്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്താ സാറേ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ ക്രൈസ്തവ ലോകത്തിൽ നടക്കുന്ന കാര്യമൊക്കെ കണ്ടാൽ ഇവർ കറയും കളങ്കവും ഇല്ലാത്തവരായി ഈ ബിഷപ്പുമാർക്കൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഇവരെ നിർത്താൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ട് ഞാൻ സാറിനോട് ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേക്ക് വെച്ച് ലോകം പോലും ചിന്തിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഏതാ ഈ തരത്തിൽ പോയാൽ കർത്താവിൻ്റെ മുമ്പിലൊന്നും ആരും കറയും കളങ്കവും ഇല്ലാത്തവരായി നിൽക്കാൻ പോകുന്നില്ല. അതാ സാറിൻ്റെ കാര്യം പോട്ടെ, അതിനേക്കാളൊക്കെ അറിയാവുന്ന ആളുകളല്ലേ ഈ വേർപെട്ട സഭകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ. അവർക്ക് ഈ ഒരു അവബോധം, ഒരു ഉത്സാഹമുണ്ടോ? കറയും കളങ്കവും ഇല്ലാത്തവരായി, തേജസ്സുള്ളവരായി, ചുളുക്കമില്ലാത്തവരായി അവൻ്റെ പ്രത്യക്ഷതയിൽ കാണപ്പെടണം. ഈ പ്രത്യാശ വേണ്ടേ നമുക്ക്? അതിനൊരു ഉത്സാഹം വേണ്ടേ? വേണം. 4:17 വാക്യം. 4-ാമത്തെ പ്രിയമുള്ളവർ. എന്നാൽ പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരുണ്ട്. 4 പ്രിയമുള്ളവരെ കണ്ടോ? 1-ാം വാക്യത്തിൽ പ്രിയമുള്ളവർ, 8-ാം വാക്യത്തിൽ പ്രിയമുള്ളവർ, 14-ൽ പ്രിയമുള്ളവർ, 17-ൽ പ്രിയമുള്ളവർ. എന്താണ് 17-ല്? എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ബിവെയർ. സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്തിനാ സൂക്ഷിക്കേണ്ടത്? അധർമ്മികൾ ഈ ലോകത്തിലുണ്ട്. അധർമ്മമൂർത്തി വെളിപ്പെടാൻ പോവുകയാണ്. അധർമ്മമൂർത്തിയും നാശയോഗ്യനുമായവൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വെളിപ്പെടും. അതിപ്പോൾ തന്നെ ഉണ്ട്. ആ മർമ്മം ഇപ്പം തന്നെ വ്യാപരിക്കുന്നുണ്ട്. അവൻ്റെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ, സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കുവാൻ
സൂക്ഷിച്ചുകൊള്ളണം. വലിയ വഞ്ചനയുടെ വ്യാപാരം നമ്മുടെ ചുറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും എന്നെ ഒരു പാസ്റ്റർ വിളിച്ചിരുന്നു. ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് ഇത് ലോകത്തിലുണ്ടെന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴേ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ വചനത്തിൻ്റെ മർമ്മമൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറയുന്നത്, എന്നാൽ സാറേ അത്ഭുതം നടക്കുന്നുണ്ടല്ലോ എന്നാണ്. നമ്മുടെ അവിടെ നടക്കുന്നതിനേക്കാൾ കൂടുതൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതം. ആ കൃപാവരങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ വീര്യപ്രവൃത്തികളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ വാക്യമൊക്കെ കാണിച്ചു തരാം. യേശു കർത്താവ് തന്നെ പറഞ്ഞു, മത്തായി 24:24-25 വായിച്ചാൽ, അന്ത്യകാലത്ത് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുവാനായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. അത് മാത്രമല്ല, തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത് വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളും. അത് തിരിച്ചറിയാനുള്ളൊരു വിവേചന ശക്തി നമുക്ക് വേണം. ആ ശക്തി ഉണ്ടാകുമ്പോഴാണ് ഇത് വ്യാജമാണോ വെറുതെ അത്ഭുതം കണ്ടതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നിൻ്റെയും അടിസ്ഥാനമല്ല, ദൈവവചനമാണ് അടിസ്ഥാനം. അത്ഭുതങ്ങൾ എവിടേക്കാണ് ഉണ്ടാകാത്തത്? വിശ്വാസികളുടെ കൂട്ടത്തിൽ മാത്രമേ അത്ഭുതമുള്ളൂ? ഉള്ളോ? ഹിന്ദുക്കളുടെ ഇടയിൽ അത്ഭുതമില്ലേ? മുസ്ലിങ്ങളുടെ ഇടയിൽ അത്ഭുതമില്ലേ? കത്തോലിക്കരുടെ ഇടയിൽ അത്ഭുതമില്ലേ? പിന്നെ എന്നാ നിങ്ങൾ ഈ പറയണത്? അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നും പക്ഷെ ആളുകൾക്ക് അത്ഭുതം കണ്ടാൽ പിന്നെ അല്ലേ, അത്ഭുതവും അപ്പവും കണ്ടാൽ പിന്നെ അതിൻ്റെ പുറകെ അങ്ങോട്ട് കൂടിക്കൊള്ളുകയാണ്. അതൊന്നിൻ്റെ അടിസ്ഥാനമല്ല എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ ഈ 4 കുഞ്ഞു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിലേ കൃപയിൽ വളരാനൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, കൃപയിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരണം, എല്ലാ മഹത്വവും കർത്താവിന് പോകണം. ഓർത്തുകൊള്ളുവീൻ, മറക്കരുത്, ഉത്സാഹിച്ചുകൊള്ളുവീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ. എല്ലാവർക്കും കിട്ടിയോ? അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് ഈ കൊല്ലം നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ എന്നും ഓർക്കണം, പ്രത്യേകിച്ച് ഈ വർഷമെങ്കിലും ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഓർത്തുകൊള്ളുവീൻ, മറക്കരുത്, ഉത്സാഹിച്ചുകൊള്ളുവീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ സൂക്ഷിച്ചുകൊള്ളുവീൻ അവിടെ എഴുതിയിരിക്കുന്ന പദത്തിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഗ്രീക്കും ഹീബ്രുവും ഭാഷയിൽ പല പദങ്ങളും അങ്ങനെ കേട്ടോ. വീട് പണിയുക എന്ന് പറഞ്ഞാൽ പണിതുകൊണ്ടേ ഇരിക്കുക എന്നാണ്. ഒരിക്കൽ അങ്ങനെ വാസ്തവം അങ്ങനെ തന്നെയാണ്. കാരണം വീട് പണിത് ആരെങ്കിലും പണിത് കഴിഞ്ഞിട്ടുണ്ടോ? അറിയാൻ പാടില്ല. വീട് പണിത് ആരും വീട് പണി തീർത്തിട്ടില്ല. അത് പിന്നെ ഇങ്ങനെ അപ്പോൾ ആ ഭാഷയിൽ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞത് സൂക്ഷിച്ചു കൊണ്ടേയിരിക്കണമെന്നാണ്. സൂക്ഷിച്ചു കൊണ്ടേ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞാൽ, പട്ടണം കാത്തുകൊള്ളണമെന്ന് പറഞ്ഞാൽ അല്ല, രാത്രി ഒന്നും കാക്കേണ്ട കാര്യമില്ല, ഉറങ്ങണ്ടേ? അങ്ങനെയാണോ? അല്ല, കാവൽക്കാരനോട് രാത്രിക്കാണ് ചോദിക്കുന്നത്. കാവൽക്കാരാ? അപ്പോൾ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കാത്തുകൊണ്ടേയിരിക്കണം, രാത്രിയും പകലും അപ്പോൾ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് മുമ്പേ സ്വപ്നത്തിലാണേലും ഓർക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലരിങ്ങനെ സ്വപ്നത്തിൽ എങ്ങനെ ഓർക്കാനാന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ വചനം പറയുന്നത് ഓർത്തുകൊണ്ട്, ബി കണ്ടിന്യൂസ്ലി റിമെമ്പറിങ് ആൻഡ് ബി കണ്ടിന്യൂസ്ലി ബിവെയർ ആൻഡ് ബി കണ്ടിന്യൂസ്ലി റിമെമ്പറിങ്. അപ്പോൾ ഇത് നിരന്തരം ഓർത്തുകൊള്ളണം. ഒരു നിമിഷം കണ്ണടച്ചാൽ മതി, ഒരു നിമിഷം വിട്ടുപോയാൽ മതി, അടി തെറ്റിയാൽ ആനയും വീഴുമെന്നാണ് മലയാളത്തിലെ പഴമൊഴി എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു ചെറിയ പിഴവ് പറ്റിയാൽ മതി. നമ്മുടെ ദാവീദിന് എന്താ പറ്റിയത് എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു നിമിഷം വേണ്ടാത്തടത്തോട്ടൊന്ന് നോക്കിയതേ ഉള്ളൂ. ഒരു നിമിഷം ഭാര്യയെക്കുറിച്ചൊരു നുണ പറയാൻ അബ്രഹാം തീരുമാനിച്ചതേ ഉള്ളൂ. ഒരു നിമിഷം മതി വീണു പോകാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പണിതുയർത്താനാണ് ബുദ്ധിമുട്ട്, പൊളിച്ച് കളയാൻ, ഇടിച്ച് കളയാൻ. അതേ ഫ്ലാറ്റ് പണിത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരൊറ്റ സ്ഫോടനം, ടിങ്. എന്താ മനസ്സിലായാലൊന്നും? മരടിലെ കാര്യമാണ് പറഞ്ഞത്. ഒരൊറ്റ സ്ഫോടനത്തോടെ ഇപ്പോൾ ആളുകളെല്ലാം ആകപ്പാടെ വിഷമത്തിലിരിക്കുക. അതെത്ര കാലം കൊണ്ടാണ് പണിത് ഉയർത്തുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ടിങ് വന്ന് പൊങ്ങി വന്നതല്ല. അതുകൊണ്ടല്ലേ ആരോ അമേരിക്കയിൽ നിന്നൊരാൾ അവസാനം ഒരു നോക്ക് കാണാൻ കഴിഞ്ഞ ദിവസം വന്നൊന്ന് പത്രത്തിൽ കണ്ടു. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, എന്നിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ്. ഞാൻ ആ 4ാം നിലയിൽ 5ാമത്തെ വീട്ടിലായിരുന്നു താമസിച്ചത്. ഒന്നുകൂടെ ഒന്ന് ഓർക്കുക. എന്തിനാ ഓർത്തിട്ട് വല്ല ഗുണമുണ്ടോ? എന്നിട്ടും ഓർക്കുക. വിശ്വാസികൾക്ക് ഓർമ്മയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഓർത്തുകൊണ്ടേയിരിക്കണം, മറന്നു പോകാൻ ഒരിക്കലും പാടില്ല, അല്ലേ? ഉത്സാഹിച്ചു കൊണ്ടേയിരിക്കണം, സൂക്ഷിച്ചു കൊണ്ടേ ഇരിക്കണം. നിൽക്കുന്നു എന്ന് തോന്നുന്നു പറഞ്ഞാൽ ഓവർ കോൺഫിഡൻ്റ് ആകാൻ പാടില്ലെന്ന്. മെനി ഓഫ് ദ ബിലീവേഴ്സ് ആർ ഓവർ കോൺഫിഡൻറ്റ്. അവരങ്ങ് എല്ലാം ആയെന്നുള്ളൊരു ഭാവത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഓവർ കോൺഫിഡൻ്റ് ആകുമ്പോൾ നമ്മുടെ
ഗ്രൗണ്ട് കാക്കാൻ മറന്നുപോകും. എന്നെ ഒന്നും ആർക്കും അങ്ങനെയൊന്നും വീഴിക്കാൻ ഒക്കുകയില്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ വീഴാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ക്രിസ്തീയ ജീവിതം നയിക്കണം എന്ന് ഈ വർഷം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം കൂടെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ അറിഞ്ഞതും ലഭിച്ചതുമായ സത്യത്തിൽ എങ്ങനെ നിൽക്കണം? ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നുകൊണ്ടേയിരിക്കണം. അവിടുന്ന് പുറകോട്ട് പോകാൻ പാടില്ല. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. സ്റ്റെബിലിറ്റി, ഉറപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിൽ. അപ്പം എന്ന് വരികിൽ എങ്കിലേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അറിഞ്ഞ സത്യത്തിൽ നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും. അപ്പം അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, സത്യം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അതിനകത്ത് എങ്ങനെ നിൽക്കണം? ഉറച്ചു നിൽക്കണം. ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിന്നാൽ പോലും നിങ്ങളെ വീഴിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്ന ശക്തികൾ ഈ ലോകത്തിലുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത്. ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ കാര്യം പറയുക. നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ട് ഇതിലൊക്കെ നിൽക്കുന്നവരാണെങ്കിലും എൻ്റെ പണി അത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ വാക്യങ്ങളൊന്നും അറിയാൻ മേലാത്തവരൊന്നും അല്ലെങ്കിലും ഞാൻ ഈ ഉത്സാഹിക്കുന്നത് എന്തിനാ പത്രോസിനെ പോലെയാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഉത്സാഹിക്കും. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ നിങ്ങൾ പിന്നെയും വായിക്കും. ഇങ്ങനെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിവരമില്ലാത്തവർ അതിൽ പലതും കോട്ടിക്കളയുന്നു. മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. അതിനെ അവർക്കറിയാവുന്ന പോലെ വ്യാഖ്യാനിച്ച് അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ സ്വന്തം സ്ഥിരത വിട്ട് നാം വീണു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 3:18 ഒന്നുകൂടെ നമുക്ക് വരാം. 3:18 കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവിടെ വളരുവിൻ എന്ന് എഴുതിയിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥവും കോൺസ്റ്റൻ്റ്ലി ഗ്രോയിങ് എന്നാണ്. നിരന്തരം വളർന്നുകൊണ്ടിരിക്കണം. നിങ്ങളൊരു മരം നട്ടാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചാൽ അത് 2 ദിവസം വളർന്നാൽ മതിയോ? 2 ആഴ്ച വളർന്നാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഉടനെ ആശുപത്രി കൊണ്ടുപോകും. വളരുന്നില്ല, എൻ്റെ വെയിറ്റ് കൂടുന്നില്ലെന്ന് തോന്നിയാൽ നമ്മൾ ബേജാറാകുകയല്ലേ. പക്ഷെ നമുക്ക് ആത്മീയമായിട്ട് വളർച്ചയും വെയിറ്റ് കൂടുന്നൊന്നുമില്ലെങ്കിൽ ആർക്കും ഒരു വിഷമമില്ല, ഒരു ബേജാറും ഇല്ല. ഉണ്ടോ? ബേജാറെന്നുള്ളത് നമ്മുടെ നാട്ടിലൊരു നാടൻ പദം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്ക് ഒരു ഡോക്ടറെയും കാണണ്ട, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അതൊക്കെ ഇടയ്ക്ക് അങ്ങനെയും കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനല്ല, നിരന്തരം വളർന്നു. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ആടി ഉലയുവാൻ പാടില്ല. ഞാൻ ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഓർമ്മിപ്പിച്ച് നിർത്തുകയാണ്. എന്താണ് ഈ കൃപയിൽ വളരുക എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഗ്രോയിങ് ഇൻ ഗ്രേസ്? കൃപയിൽ വളരുക എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളാണ് പത്രോസ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ലേഖനം വായിച്ചാൽ അതിൻ്റെ വികാരം കിട്ടും. 1, നിങ്ങളുടെ സ്വഭാവത്തിൽ സ്ഥായിയായ മാറ്റങ്ങൾ വരണം. നമ്മുടെ സ്വഭാവത്തിൽ ക്യാരക്ടർ ട്രെയ്റ്റ്സ് ഷുഡ് ചേഞ്ച്. ഇങ്ങനെ ഇരുന്നാൽ പോരാ. സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, സ്ഥിരതയും, ഭക്തിയും, സഹോദരപ്രീതിയും, സ്നേഹവും ഒക്കെ കൂട്ടിക്കോളും. ഇത് നിങ്ങൾക്കുണ്ടായി വർദ്ധിച്ചു വരുന്നുവെങ്കിൽ അതാണ് കോൺസ്റ്റൻ്റ്ലി ഗ്രോയിങ്. അതിന് ഉത്സാഹം വേണം. സ്ഥിരമായിട്ട് ഉത്സാഹിച്ച് ഇത് നിങ്ങൾക്ക് കൂടി വരണം. ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ ആത്മാവിൻ്റെ ഫലം നിങ്ങളിലിങ്ങനെ വെളിപ്പെട്ട് വരണം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പോഴാണ് നമ്മുടെ സ്വഭാവം മാറുന്നത്. ക്യാരക്ടർ ഫോർമേഷൻ, ക്യാരക്ടർ ചേഞ്ചസ്. അത് ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സംസാരിക്കുമ്പോൾ ഒരു വ്യത്യാസം അല്ലേ, കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസം, ആരാധിക്കുമ്പോൾ ഒരു വ്യത്യാസം. എന്താ വ്യത്യാസം? എല്ലാം കൃപയോടുകൂടിയത്. നേരത്തെ കൃപയില്ലായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വളരുന്നത് കൊണ്ട് കൃപമേൽ കൃപ പ്രാപിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ അവസാനം നിങ്ങൾ പറയും, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. പൗലോസ് അങ്ങനെ പറഞ്ഞത്, ഞാൻ ആകുന്നത് കൃപയാലാണ്. എന്നിട്ട് നമ്മളെ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരൊക്കെ ആക്കാൻ കർത്താവിന് താല്പര്യമുണ്ട്. അതിനെക്കുറിച്ച് പോലും എന്താ പറഞ്ഞേക്കുന്നത്? പത്രോസിൻ്റെ 1-ാം ലേഖനം 4:10 പറയുകയാണ്, വിവിധമായ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി. അപ്പോൾ കൃപയുടെ ശുശ്രൂഷകന്മാരാണ്. കൃപയുടെ സുവിശേഷക്കാർ പറയുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. ബാക്കി ഒന്ന് വായിച്ചേ. 4:10 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ
10-ാം വാക്യം. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി. കേട്ടോ, നാം വിവിധമായ കൃപയുടെ ഗ്രഹവിചാരകന്മാരാണ്. ആ ലെവലിലേക്ക് ദൈവം നമ്മളെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ നാം കൃപയിൽ വളരുന്നവരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവിൻ. അങ്ങനെ ശുശ്രൂഷയിലേക്ക് വരണമെങ്കിൽ അതും കൃപയാണ്. കൃപയിൽ നമ്മൾ വളർന്നു വരുമ്പോഴാണ് വിവിധമായ ദൈവകൃപയുടെ ശുശ്രൂഷകന്മാരാകാനായിട്ട്, ഗ്രഹവിചാരകന്മാരാകാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ അർത്ഥം, നമുക്ക് ഏറ്റവും കൂടുതൽ കൃപ വേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനാണ്. കൃപയിൽ വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള കൃപ. പൗലോസിനെ മാത്രം ഓർത്താൽ മതി. നമ്മൾ നേരത്തെ വായിച്ചു 2 കൊരിന്ത്യർ ലേഖനം 2:12-9 അല്ലേ? കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക്. ഇതുപോലത്തെ സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എല്ലാവർക്കും ശൂലമായിരിക്കണമെന്നില്ല. പല പ്രതിസന്ധികളിൽ കൂടി നമ്മൾ കടന്നു പോകും. അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ എന്ത് വേണം? കൃപ. കൃപയില്ലായിരുന്നെങ്കിൽ നമ്മൾ നശിച്ചു പോയേനെ. ഞാൻ ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ആണ്. അവിടെയാണ് കൃപയുടെ സ്കൂളിൽ ചേരണമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മൂന്നാമതായിട്ട് കൃപയിൽ വളരുക എന്ന് പറഞ്ഞാൽ ബിക്കം ലൈക്ക് ജീസസ്, യേശുവിനെ പോലെ ആകുക എന്നാണ്. കൃപമേൽ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട്. അപ്പോൾ എന്താണ് കൃപ? അതിൽ വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരിക, 2 കഷ്ടതയിലൊക്കെ കഷ്ടത സഹിഷ്ണുതയെയും എന്താ സിദ്ധത? കഷ്ടത സഹിഷ്ണുതയെയും സിദ്ധത. പ്രൂവൺ ക്യാരക്ടർ, തെളിഞ്ഞ സ്വഭാവം തെളിഞ്ഞു വരണമെന്ന്. കഷ്ടതയൊന്നും ഒരു സാരമല്ല, ഇതൊന്നും ഒരു പ്രശ്നമല്ല, കഷ്ടങ്ങൾ സാരമില്ല, പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകട്ടെ എന്ന് ചിന്തിക്കുവാൻ. അതിൽ കൃപ മതി, എനിക്ക് കൃപ മാത്രം മതി എന്ന് ചിന്തിക്കുവാനായിട്ടുള്ളൊരു പ്രേരണ ദൈവം നമുക്ക് നൽകും. ആൻഡ് തേർഡ്ലി, യു വിൽ ബിക്കം മോർ ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് ഫൈനലി, ഇതുകൊണ്ടെല്ലാം എന്താ സംഭവിക്കുന്നതെന്ന് 18-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് ഒരു ചെറിയ സെൻറ്റൻസ് ഉണ്ട്. 3:18. കൃപയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുവീൻ. അങ്ങനെ വളരുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവന് എപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. അവന് എപ്പോഴും എന്നേക്കും മഹത്വം. നമുക്ക് മഹത്വമൊന്നും വേണ്ട. കൃപകളൊക്കെ ശുശ്രൂഷിച്ചാലും എന്തെല്ലാം ചെയ്താലും അവന് എപ്പോഴും എന്നേക്കും മഹത്വം. ഓൾ ഗ്ലോറി ഷുഡ് ഗോ ടു ഗോഡ് ഇൻ എനി സിറ്റുവേഷൻ. ഏത് സാഹചര്യത്തിലും എല്ലാ മഹത്വവും കർത്താവിനായിരിക്കണം. അതുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞതുപോലെ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഓർത്തിരിക്കണം, മറക്കരുത്, സൂക്ഷിച്ചു കൊള്ളണം, വളർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ പോവുകയാണെങ്കിലാണ് നമുക്ക് ഈ വർഷം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം കൂടെ ചുരുക്കം വേണമെങ്കിൽ 3 വാക്കിൽ പറയാം. ഗാർഡിങ്, ഗ്രോയിങ്, ഗ്ലോറിഫൈയിങ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: 1 ഗാർഡിങ് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ഗ്രോയിങ് യുവർ സെൽഫ്, നിങ്ങൾ കൃപയിലും പരിജ്ഞാനത്തിലും വളരണം. ആൻഡ് തേർഡ്ലി, ഗ്ലോറിഫൈയിങ് ദ ലോർഡ്, കർത്താവിനെ എപ്പോഴും ജി വെച്ചുള്ള 3 ഇംഗ്ലീഷ് പദങ്ങളായതുകൊണ്ട് ഓർത്തിരിക്കാൻ ചിലപ്പോൾ എളുപ്പം കാണും. ഗാർഡിങ് യുവർ സെൽഫ്, ഗ്രോയിങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ഗ്രേസ്, ആൻഡ് ഓൾവേസ് ഗ്ലോറിഫൈയിങ് ദ ലോർഡ്. ഗാർഡിങ് ആൻഡ് ഗ്രോയിങ് ആൻഡ് ഗ്ലോറിഫൈയിങ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ വർഷം ഓർത്തിരിക്കാനുള്ളത്. പാപം നമ്മളെ തൊടാതെ വണ്ണം, കറയും കളങ്കവും ഒന്നുമില്ലാത്തവരായി നിഷ്കളങ്കരായി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവകൃപ വളരെ ആവശ്യമുണ്ട്. ആ കൃപയിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ, കൃപ നിങ്ങളോടുകൂടെ എല്ലാം ഇരിക്കുമാറാകട്ടെ എന്ന അപ്പോസ്തലൻ പറയുന്നത് പോലെ ആ കൃപ നിറഞ്ഞവരായിട്ടിരിക്കുവാൻ ഈ വർഷം ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുകൊണ്ട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കീപ് വിന്നിങ് ദ ലോസ്റ്റ് ആൻഡ് സ്ട്രെങ്തനിങ് ദ സേവ്ഡ്. നഷ്ടപ്പെട്ട ആത്മാക്കളെ രക്ഷിക്കണം, രക്ഷിക്കപ്പെട്ട ആത്മാക്കളെ ഉറപ്പിക്കണം, ബലപ്പെടുത്തണം. ഈ ദൗത്യത്തിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിന് കൃപ വേണം, അതിന് പാടാൻ കൃപ വേണം, ആരാധിക്കാൻ കൃപ വേണം, സംസാരിക്കാൻ കൃപ വേണം, കൊടുക്കാൻ കൃപ വേണം, എല്ലാത്തിനും കൃപ വേണം. ഈ കൃപയോടുകൂടെ ഒരു കൃപയുള്ള ക്രിസ്തീയ ജീവിതം. ദയവായിട്ട് ആരും കൃപയിൽ നിന്ന് വീണു പോകരുത്, കൃപ വിട്ട് പിന്മാറരുത്, കൃപയെ നിന്ദിക്കരുത്, കൃപ ദുഷ്കാമ പ്രവൃത്തികൾക്ക് ഹേതുവാക്കരുത്. അതിന് പകരം കൃപയുടെ പാഠശാലയിൽ ചേർന്നിട്ട് കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തണം. എല്ലാവർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ കൃപയുടെ പ്രയോജനം എടുക്കുവാൻ അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം
1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. 1-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അവൻ്റെ നിറവിൽ നിന്ന്, ഞാൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞെങ്കിലും നിങ്ങളത് വായിക്കാം. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവൻ കൃപ നിറഞ്ഞവനാണ്. ഒരു കൃപ നിറഞ്ഞവളിൽ നിന്നാണ് അവൻ പുറപ്പെട്ടു വന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കൃപയുടെ ഒരു നിറവ് നമുക്ക് കാണാം. നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം അവനിൽ കൃപ നിറഞ്ഞിരിക്കുന്നത്. ആ കൃപ നിറച്ച് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് തരാൻ വേണ്ടിയാണ്. ആ നിറവിൽ നിന്ന് നമ്മൾ എന്ത് പ്രാപിക്കണം? കൃപ പ്രാപിച്ചാൽ പോരാ, കൃപ മേൽ കൃപ പ്രാപിക്കണം. അങ്ങനെ അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടണം. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് തന്ന ആലോചനകൾക്കായി പുതുവത്സരത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ കൃപയിൽ വളരുന്നവരും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നവരും എല്ലാറ്റിലും ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവരുമാകുവാൻ തക്കവണ്ണം അവിടുത്തെ വലിയ കൃപയുടെ ഒരു വ്യാപാരം എല്ലാ ജീവിതങ്ങളിലും അവിടെ നയിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിച്ച് കർത്താവിൻ്റെ നാമമുഖത്തിനായിട്ട് ജീവിപ്പാൻ വചനം കേട്ട എല്ലാ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. ഈ വർഷം മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിലുടനീളം കർത്താവ് കൃപയുള്ളവരായി നിൽക്കുവാൻ, ചെയ്യുന്നതെല്ലാം കൃപയോടെ ചെയ്യുവാൻ, സംസാരിക്കുന്നത് കൃപയോടെ ആകുവാൻ, ആരാധിക്കുന്നത് കൃപയോടെ ആകുവാൻ, പാടുന്നത് കൃപയോടെ ആകുവാൻ, കൃപയോടെ കൊടുക്കുവാൻ, കർത്താവ് കൃപയിൽ തന്നെ നിറഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചാട്ടെ. എല്ലാ നന്മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.